ചിരഞ്ജീവിക്ക് ശേഷം വളരെ വലിയൊരു നെയിമായി മാറിയ ഒരാളാണ് രവി തേജ. ബാക്കിയുള്ള വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ടെങ്കിലും അവർ നെപ്പോട്ടിസം ഇല്ലാതെ യാതൊരു പിൻബലവുമില്ലാതെ മുന്നിൽ കയറി വന്ന 2 ആക്ടേഴ്സ് ആയിരുന്നു മെഗാസ്റ്റാർ ചിരഞ്ജീവിയും രവി തേജയും. സോ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നോക്കിയാൽ അവരുടെ ഇപ്പോഴത്തെ മൂവീസ് കൂടുതലും വർക്കൗട്ട് ആവുന്നില്ല. അതിൻ്റെ മേജർ റീസൺ സിനിമയുടെ മേക്കിംഗ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ വരുന്ന കഥ, അതായത് ഈ റീജിയണൽ ആക്ടേഴ്സിൻ്റെ മൂവീസിൽ കൂടുതലും വരുന്ന കഥകളുണ്ട്. അത് തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്ന മാത്രമല്ല, മേക്കിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും വരാത്തതും സിനിമയുടെ ഒരു നെഗറ്റീവാണ്. കാരണം ഈ ഒരു പ്രസൻറ്റേഷൻ, നായകൻ്റെ മാസ് സിനിമകളിലുള്ള പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇവിടെ വരുന്ന പ്രസൻറ്റേഷൻ രവി തേജ 10-15 വർഷത്തിന് മുമ്പേ ചെയ്ത സിനിമകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വിൻറ്റേജ് രവി തേജ വൈബ്സാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. കാരണം ഇപ്പോഴത്തെ മൂവീസിൽ നായകനെ പ്രസൻറ്റ് ചെയ്യുന്ന സബ്റ്റലായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊന്നും സിനിമയിൽ വരുന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. കുറച്ചൊക്കെ ഓവർ ദ ടോപ്പ് ആവാം, പക്ഷേ ഒരു ഓവർ ദ ടോപ്പ് ആയാലും കൺവിൻസിംഗ് ആയിട്ട് ഓഡിയൻസിന് തോന്നണം. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രവി തേജയുടെ നേരത്തെ വന്ന ടൈഗർ നാഗേശ്വര റാവു ആണെങ്കിലും ആ ഒരു രാവണാസുര ആണെങ്കിലും അദ്ദേഹത്തെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള വെറൈറ്റി ക്യാരക്ടറിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ ബച്ചനിൽ തുടങ്ങി പിന്നെയും ആ ഒരു പഴയ ഫോർമുലയിലോട്ട് തിരിച്ചു പോവുകയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മിസ്റ്റർ ബച്ചൻ വർക്കൗട്ട് ആയില്ല. അത് കഴിഞ്ഞ് വന്ന മാസ് ചിത്രയും വർക്കൗട്ട് ആവുന്നില്ല. സോ റീജിയണൽ ആക്ടേഴ്സ് ആയിട്ടുള്ള, റീജിയണൽ സ്റ്റാർസ് ആയിട്ടുള്ള, ബിഗ് സ്റ്റാർസ് ആയിട്ടുള്ള തെലുങ്ക് നടന്മാരുടെ സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട്. അത് ഇവിടെയും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ ഒരു സിനിമ പറയുന്ന കഥയാണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിലും ഓഡിയൻസ് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും സിനിമയുടെ മേക്കിംഗ് ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിലും ഒന്നും തന്നെ വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് മാസ് ചിത്തര. വേണമെങ്കിൽ സ്വന്തം റിസ്കിൽ കാണാം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.